ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ചിക്കൻ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഓരോ പീസും നന്നായിട്ട് വരക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മസാല ഇതിൽ തേക്കുമ്പോൾ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വരക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, മല്ലിയില, ചിക്കൻ ക്യൂബ്, ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഇത് നമ്മൾ ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കണത് മന്തി മസാലയാണ് ചേർക്കണത്. അത് ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കളറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫുഡ് കളറ് അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ഉപ്പ് നമ്മൾ ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ അരിക്ക് എടുത്തേക്കണ സെല്ലാ റൈസാണ്, അത് ഞാൻ കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മസാലയിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ മറന്നുപോയി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് മസാല പറ്റുമ്പോൾ തന്നെ നമ്മൾ 1 ടീസ്പൂൺ അതുകൂടി ഇട്ടിട്ട് വേണം കേട്ടോ മസാല തേച്ചെടുപ്പിക്കാൻ. പിന്നെ ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ മറ്റൊരു പാത്രത്തിലായിട്ട് ചിക്കൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചിക്കൻ ക്യൂബ്, പട്ട, കറിയാമ്പൂ, ഏലക്ക, കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിൽ ഓരോ ചിക്കൻ പീസും ഇതിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നിൻ്റെ മുകളിലായിട്ട് ആവാണ്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ ചിക്കനും വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ സമയം നമ്മൾ ഈ ചിക്കൻ ഇവിടെ വെക്കുന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ അരിയുടെയും വെള്ളം അവിടെ തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അരി വെള്ളം തിളച്ചതിലോട്ട് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. ഒന്ന് വരകിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതിൽ അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചിക്കന് ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അരി ഒരു 1/4 ഭാഗം വെന്താൽ മതി കേട്ടോ. ഫുള്ള് വേവ് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് പോകും, ഉടഞ്ഞു പോകും. അപ്പം നമുക്ക് അരി ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഊറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കനിലോട്ട് ഈ ഊറ്റി വെച്ച അരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അരി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് പച്ചമുളക് ഇതുപോലെ കുത്തിവെച്ച് താഴത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ഇനി കനലില്ലേ, ചാർക്കോൾ കനൽ നമ്മൾ ചൂടാക്കിയിട്ട് അതിലോട്ട് കനലിതാക്കിയിട്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ആ ഒരു സ്മോക്ക് ഫ്ലേവർ കിട്ടാനായിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മന്തിയുടെ ഒരുവിധം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വിളമ്പണ സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടൈം കുറച്ച് മതി. ആകെ ഇതിന് ടൈം എടുക്കുക മസാല നമ്മൾ തേച്ച് വെക്കണതിനുള്ളൊരു ടൈം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചേരുവകൾ കുറവാണെന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കണില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.